ദേശീയ പണിമുടക്കിനൊപ്പം വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ സഖ്യം ബീഹാറിൽ പ്രഖ്യാപിച്ച ബന്ദ് പൂർണ്ണം. സംസ്ഥാനത്തുടനീളം വ്യാപകമായി റോഡ് ഉപരോധവും ട്രെയിൻ തടയലും നടന്നു. പ്രതിഷേധ റാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, RJD നേതാവ് തേജസ്വി യാദവ്, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ അടക്കം ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. വോട്ട് ബന്ദി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യം ബന്ദ് പ്രഖ്യാപിച്ചത്. BJPക്കും JDUവിനും വേണ്ടി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതെന്നാണ് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത്. ബന്ദിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ RJD കോൺഗ്രസ് പ്രവർത്തകർ ബീഹാറിൽ വ്യാപകമായി റോഡും റെയിൽ ഗതാഗതവും തടഞ്ഞു. ടയർ കത്തിച്ചാണ് പലയിടത്തും റോഡ് ഗതാഗതം തടഞ്ഞത്. RJDയുടെ വിദ്യാർത്ഥി വിഭാഗം ജഹനാബാദ് റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായി ഉപരോധിച്ചു. പാട്ന, അരാരിയ, ദർഭംഗ, ഹാജിപൂർ, സോൻപൂർ എന്നിവിടങ്ങളിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദായ നികുതി ഓഫീസിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ RJD നേതാവ് തേജസ്വിനി യാദവിനൊപ്പം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ, ദിബാങ്കർ ഭട്ടാചാര്യ എന്നിവരടക്കം ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. സ്വതന്ത്ര MP പപ്പു യാദവും മഹാഗഡ്ബന്ധൻ സഖ്യത്തിനൊപ്പം ബീഹാർ ബന്ദിന്റെ ഭാഗമായി. തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. BJP നടപ്പാക്കുന്ന വോട്ടർ പരിഷ്കരണം പൂർത്തിയാകുമ്പോൾ ആദ്യം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും. തുടർന്ന് പെൻഷനുകളും റേഷനുകളും ഇല്ലാതാകുമെന്നും അതിനാലാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ബന്ദ് നടത്തുന്നതെന്നും തേജസ്വി യാദവ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.